കണ്ണൂർ തലശ്ശേരിയിലുണ്ടാകുന്ന സംഭവത്തിന് ഇനി അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ തന്നെ പരാതി നൽകണമെന്നില്ല. പരാതിക്കാരന് സൗകര്യമുള്ള സ്റ്റേഷനിലെത്തി പരാതി നൽകാം. രാജ്യത്ത് നടപ്പായ പുതിയ ക്രിമിനൽ തെളിവ് നിയമപ്രകാരം 0 FIR അനുസരിച്ചാണ് ഈ സൗകര്യം. സ്റ്റേഷൻ പരിധിയല്ല എന്ന കാരണത്താൽ ഇനി പരാതി സ്വീകരിക്കാതിരിക്കാൻ പോലീസിനാവില്ല. കുറ്റകൃത്യത്തെക്കുറിച്ച് ഒരാൾക്ക് ഏത് സ്റ്റേഷനിലും പരാതി നൽകാവുന്ന സംവിധാനമാണ് 0 FIR. സംഭവം നടന്ന സ്റ്റേഷനിലെത്തി പരാതി നൽകാൻ പറ്റിയില്ലെങ്കിൽ ഈ FIR പ്രകാരം ഓൺലൈനായി പരാതി നൽകാം. പരാതി നൽകി 3 ദിവസത്തിനകം ബന്ധപ്പെട്ട സ്റ്റേഷനിലെത്തി പരാതിയിൽ ഒപ്പിട്ടാൽ മതി. ഈ FIR നൽകാനുള്ള ഓൺലൈൻ ഉടൻ തുറക്കും. കസ്റ്റഡിയിലെടുത്ത് കുറേ ദിവസം ചോദ്യം ചെയ്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്താൻ ഇനി പറ്റില്ല. പകരം കസ്റ്റഡിയിലെടുക്കുന്ന ആളുടെ കുടുംബത്തെ വിവരമറിയിക്കാൻ ഓരോ സ്റ്റേഷനിലും ASI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തും. രേഖപ്പെടുത്താത്ത കസ്റ്റഡിക്ക് ASI ആയിരിക്കും ഉത്തരവാദി. ലൈംഗിക അതിക്രമം കൈകാര്യം ചെയ്യാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന പുതിയ അധ്യായം ചേർത്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയാൽ ബന്ധപ്പെട്ട വകുപ്പുകളും പോക്സോ നിയമവും ഒന്നിച്ച് കണക്കിലെടുക്കും. ഇത് ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റമാണ്. കൂട്ടബലാത്സംഗ കേസുകളിൽ കുറഞ്ഞത് 20 വർഷമോ ജീവപര്യന്തമോ ആണ് ശിക്ഷ. വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക മുതലെടുപ്പിനും ശിക്ഷ ലഭിക്കും. സ്ത്രീ സംബന്ധമായ കുറ്റങ്ങൾ മിക്കവയും ജാമ്യമില്ലാത്തവയാക്കി. ഒരു മോഷണത്തിന് ശിക്ഷിക്കപ്പെട്ടയാൾ വീണ്ടും മോഷണം നടത്തിയാൽ ശിക്ഷ 5 വർഷമാണ്. പുതിയ നിയമമനുസരിച്ചുള്ള ആദ്യ കേസ് ജില്ലയിൽ പെരിങ്ങോം സ്റ്റേഷനിലാണ്. പെരുന്തട്ട ചേമന മേച്ചിറയിലെ അയ്യനാത്ത് ശ്രീധരൻ്റെ ആത്മഹത്യയാണ് ആദ്യ കേസ്. ഇദ്ദേഹം വീടിന് സമീപം തൂങ്ങി മരിക്കുകയായിരുന്നു.